SKSS നേതാവ് സത്താർ പന്തല്ലൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് മുസ്ലിം ലീഗിൽ തീരുമാനമായി. സത്താർ പന്തല്ലൂരിനെതിരെ പാണക്കാട് കുടുംബാംഗം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കൈവെട്ട് പരാമർശത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾ മൗനം പാലിക്കുന്നു. ദീപക് ധർമ്മടം സംക്ഷിപ്തമായി ഈ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്തയുമായി അല്ലെങ്കിൽ സമസ്തയ്ക്കെതിരെ ഒരു ലീഗ് നേതൃത്വത്തിൻ്റെ പ്രതികരണം വേണ്ടതില്ല എന്നതാണ് തീരുമാനം. പ്രത്യേകിച്ചും ഇന്ന് അത്തരത്തിലുള്ള പ്രതികരണം വരേണ്ട സാഹചര്യമുണ്ട്. കാരണം പ്രത്യേകിച്ചും പാണക്കാട് കുടുംബാംഗമായ SKSSFൻ്റെ മുൻ നേതാവ് കൂടിയായി സത്താർ പന്തല്ലൂരിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ആരോപണം സത്താർ പന്തല്ലൂർ നിഷേധിച്ചു. മാത്രവുമല്ല, ഈ കൈവെട്ട് പരാമർശത്തിൽ സ്വാഭാവികമായും ലീഗിൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല, പ്രതികരണം വരേണ്ടതാണ്. പക്ഷേ എന്നാൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അത് അവർ തന്നെ ആലോചിക്കട്ടെ എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. ഏതായാലും ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, ഇവരെല്ലാം കൂടിയാലോചന നടത്തിയിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഒരു പ്രതികരണവും ലീഗ് നടത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ലീഗും സമസ്തയും തമ്മിൽ അകലാൻ പലരും ആഗ്രഹിക്കുന്നു. അതൊരു ന്യൂനപക്ഷമാണ്, അവർക്ക് ആയുധം നൽകരുത് എന്നുള്ളതാണ് ഈ ലീഗിൻ്റെ ഉന്നതതല നേതൃത്വത്തിൽ ധാരണയായിരിക്കുന്നത്. SK. താങ്ക് യു ദീപക് ധർമ്മടം. ഒരു രസകരമായ ഒരു അഭിപ്രായം യൂട്യൂബിൽ തോമസ് കുട്ടി പറഞ്ഞിരിക്കുന്നു കലഞ്ഞൂർ നിന്ന്. KSRTC സ്പെഷ്യൽ ബസ് സർവീസ് ഏർപ്പെടുത്തിയാൽ നല്ലതായിരുന്നു സംസ്ഥാന സമ്മേളനത്തിൽ. താങ്കൾ ഗണേഷ് കുമാറിനോട് സംസാരിച്ചാൽ നടക്കും. അവിടെ KSRTCക്ക് പ്രശ്നം. അതിന് നമുക്ക് സംസ്ഥാന സമ്മേളനത്തിലൂടെ വണ്ടി അയച്ചു കഴിഞ്ഞാലേ എന്തായിരിക്കും തോമസ് കുട്ടി വിട്ടോളൂ.